ശബരിമല ഭൂമിയും വക്കഫാണോ? ആണോ? എനിക്കറിയില്ല, അങ്ങനെ സംശയം. സിനുവിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് സിനുവിൻ്റെ അനുവാദം വേണ്ടേ? വേണം. എന്നാൽ 2018 നവംബർ 12 ശബരിമലയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വഖഫ് ബോർഡിൻ്റെ അനുമതി വേണമെന്ന് കാണിച്ച് കേരള സർക്കാർ കേരള ഹൈക്കോടതിയിൽ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ ഞെട്ടുമോ? ഞെട്ടും. അതായത് ശബരിമല വേണമെങ്കിൽ വഖഫാണെന്ന് സർക്കാർ സമ്മതിക്കുന്നതിന് തുല്യമാണ്. ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നും. ഈ പത്രിക സമർപ്പിച്ചിരിക്കുന്ന എം ഹർഷൻ, അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെൻറ് റവന്യൂ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് സെക്രട്ടറി ട്രിവാൻഡ്രം. അദ്ദേഹം കൊടുത്തിരിക്കുന്ന പത്രികയുടെ 7ാമത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കാം. ദ വഖഫ് ബോർഡ്, മുസ്ലിം ഓർഗനൈസേഷൻസ്, വാവർ ട്രസ്റ്റ്, ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ്, tribal organizations are necessary parties before taking any decision in the above connected writ petition. മുകളിൽ പറയുന്ന റിട്ട് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കക്ഷികൾ ആരൊക്കെ? വഖഫ് ബോർഡ്, മുസ്ലിം സംഘടനകൾ, വാവർ ട്രസ്റ്റ്, ക്രിസ്ത്യൻ സംഘടനകൾ, ട്രൈബൽ ഓർഗനൈസേഷൻസ്, ഇവരെല്ലാം നെസസറി പാർട്ടികളാണ്. അവരെ കൂടെ കേൾക്കണം. എങ്ങനെയുണ്ട്? അപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ എന്താണ് വഖഫ് ബോർഡിൻ്റെ താല്പര്യം, എന്താണ് മുസ്ലിം സംഘടനകളുടെ താല്പര്യം എന്നതിൻ്റെ ഉത്തരം അടുത്ത പേരിൽ പറയുന്നത് വാവർ ട്രസ്റ്റ്. വാവർ ട്രസ്റ്റ് അവിടെ ഉള്ളതുകൊണ്ട് ശബരിമലയുടെ കാര്യം തീരുമാനമെടുക്കുമ്പോൾ ആരോട് ചോദിക്കണം? മുസ്ലിം സംഘടനകളോടും വഖഫ് ബോർഡിനോടും ചോദിക്കണമെന്ന് കാണിച്ച് സംസ്ഥാന സർക്കാർ കേരള ഹൈക്കോടതിയിൽ പത്രിക കൊടുത്തിട്ടുണ്ട്. സത്യവാങ്മൂലം എന്ന് തന്നെ പറയാം. പത്രികയും സത്യവാങ്മൂലം തമ്മിൽ സ്റ്റേറ്റ്മെൻറ്റും അഫിഡവിറ്റും എന്നുള്ള വ്യത്യാസം ഉണ്ടെങ്കിലും സർക്കാർ കൊടുക്കുന്ന ഡോക്യുമെൻറ്റിന് വലിയ വാല്യൂ ഉണ്ട്. എവിടെയാണ് കൊടുക്കുന്നത്? ഹൈക്കോടതി. അപ്പോൾ എങ്ങനെയാണ് ശബരിമലയിൽ ഈ മുസ്ലിം സംഘടനകൾക്ക്, വഖഫ് ബോർഡിന്, വാവർ ട്രസ്റ്റിന് സേ ഉള്ളത്? സിമ്പിളാണ്. വാവർ ട്രസ്റ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ്, അല്ലേ? വാവരെ അവിടെ ഇരുത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ വാവർ എന്ന് പറയുന്ന കഥാപാത്രം തന്നെ അയ്യപ്പനുമായി ഒരു ബന്ധവുമില്ലാത്തതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വാപൂരന് വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പോൾ അവിടെ ക്ഷേത്രം പണിയാണ്. വാപൂരൻ എന്ന് പറയുന്ന ആളാണ് യഥാർത്ഥത്തിൽ അയ്യപ്പൻ്റെ സഹചാരിയായിരുന്നതെന്ന് അയ്യപ്പ ചരിതം ഉൾപ്പെടെയുള്ള അയ്യപ്പനുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഏറ്റവും പൗരാണിക ഗ്രന്ഥങ്ങളിലുണ്ട്. എന്നാൽ ഏതോ ഒരു ഘട്ടത്തിൽ ഈ വാപുരനെ വാവരാക്കി മാറ്റിയിട്ട് എരുമേലിയൊരു പള്ളി വന്നു. നൈനാർ പള്ളി എന്നതിൻ്റെ പേര്. നൈനാർ പള്ളി ആണ് വാവർ പള്ളിയായി വിശ്വാസികൾ കാണുന്നത്. വിശ്വാസികൾ അവിടെ പോയി അയ്യപ്പൻ്റെ കൂടെ നിന്ന് അയ്യപ്പൻ്റെ കൂടെ യുദ്ധത്തിൽ പങ്കാളിയായ അയ്യപ്പൻ്റെ ആത്മമിത്രമായ വാവർ എന്ന് പറഞ്ഞ് അവിടെ പോയി കാശിടുവാണ്. അവിടെ പോയി പ്രാർത്ഥിക്കുകയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലാഹ് അല്ലാതെ വേറെ ദൈവമൊന്നുമില്ലെന്ന്. ഇത് കാണാതെ മണ്ടന്മാരായ ഭക്തന്മാർ അവിടെ പോയി വാവർ പള്ളിയിൽ പോകുന്നുണ്ട്. വാവർ പള്ളിയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ സീസണും, ലക്ഷമൊന്നുമില്ല, കോടിക്കണക്കിന് രൂപയാണ് അവിടെ ഭക്തജനങ്ങൾ കൊണ്ട് തള്ളുന്നത്. ഇതെല്ലാം ചാക്ക് കെട്ടിനകത്ത് നിറച്ചുകൊണ്ട് പോകുന്ന വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കുന്നത്, വാവർ പള്ളിയിൽ അയ്യപ്പ വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കുന്നതിന് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അവർക്ക് ഷിർക്കാണ്, അല്ലേ? അയ്യപ്പനെ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കാൻ പറ്റില്ല. വാവർ പള്ളിക്ക് ശബരിമലയുമായി ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സംഘടനകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ വിശ്വാസത്തിനെതിരാണ്. പക്ഷേ അവരുടെ കാശ് വേണം. അപ്പം എൻ്റെ തർക്ക വിഷയമൊന്നുമില്ല. ഞാനിപ്പം ഈ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ഒരു അഫിഡവിറ്റ് കേരള ഹൈക്കോടതിയിലുണ്ട്. ഇത് മാത്രമല്ല, അതിന് മുമ്പത്തെ 2 പാരഗ്രാഫൂടെ ഞാൻ വായിക്കാം. അപ്പോൾ യേശുദാസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ 5ാമത്തെ പാരഗ്രാഫിൽ, അതായത് യേശുദാസ് അറിയപ്പെടുന്ന ഗായകനും പത്മഭൂഷൺ കിട്ടിയ ആളുമായ യേശുദാസ് ജനനം കൊണ്ട് ക്രിസ്ത്യാനിയാണ്. ഇംഗ്ലീഷ് വായിക്കണ്ടല്ലോ. ബൈ റിനോഡ് സിംഗർ പത്മഭൂഷൺ ഡോക്ടർ KJ യേശുദാസ് ഹൂ ഈസ് എ ക്രിസ്ത്യൻ ബൈ ബർത്ത് എന്ന് പറയുകയാണ്. അതിൻ്റെ മലയാളം വായിക്കാം ഞാൻ. അദ്ദേഹം അയ്യപ്പൻ്റെ ഒരു വലിയ ഭക്തനാണെന്ന് മനസ്സിലാക്കുന്നു. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹീ ഈസ് എ ഡിവോട്ടി ഓഫ് ലോർഡ് അയ്യപ്പ ആൻഡ് യൂസ് ടു വിസിറ്റ് ആൻഡ് പ്രേ അറ്റ് ശബരിമല. അദ്ദേഹം ശബരിമലയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്.
അതുമാത്രമല്ല, ഇറ്റ് ഈസ് ആൾസോ നോൺ ദാറ്റ് സെവറൽ അതർ Christian and Muslim religious persons are devotees of Shabarimala Ayyappa temple and conduct pilgrims at Shabarimala every year. അതായത് അതുകൂടാതെ ഒരുപാട് അറിയപ്പെടുന്ന ഒരുപാട് ക്രിസ്ത്യൻ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ ശബരിമലയിലേക്ക് തീർത്ഥാടകരായി വരാറുണ്ട്. കാണാറുണ്ടല്ലോ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ മസ്ജിദുകളിൽ നിന്നും മണ്ഡലകാലത്ത് കെട്ടുമുറുക്കി ശരണം വിളിച്ച ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. സിനിമ കാണുന്നില്ലേ? ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. പിന്നെ അവിടെ ഈ പരമ്പള്ളി ആ ഭാഗത്തൂടെയൊക്കെ ഇങ്ങനെ ശരണം വിളിച്ച് ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഉടനെ കെട്ടുമുറുക്കെല്ലാം നടത്തിയിട്ട് പോകുന്നത് ഞാൻ കാണാറുണ്ട്. സർക്കാർ അത് ഹൈക്കോടതി പറഞ്ഞതാണ്. അതായത് ശബരിമല എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ആരാധനാ സ്ഥലമല്ല. അത് വരുത്താൻ വേണ്ടി പറയുകയാണ്. യേശുദാസോടെ ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയായി യേശുദാസാണ് ഹരിവരാസനം പാടിയിട്ടുള്ളത്. അത് കേട്ടിട്ടാണ് അയ്യപ്പൻ ഉറങ്ങുന്നത്. അദ്ദേഹം അവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൂടാതെ ഒരുപാട് ക്രിസ്ത്യാനികളും മുസ്ലിമുകളും വരുന്നുണ്ട്. അത് പിന്നെ ഒന്നുകൂടെ പറയണം. 5ാമത്തെ പാരഗ്രാഫിൽ ഒരു ഒന്നാമതൊരു നൈസായിട്ടൊരു പാര വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ഡിബേറ്റഡ് ഫാക്ട് ദാറ്റ് ശബരിമല വാസ് ഒറിജിനലി വർഷിപ്പ് പ്ലേസ് ഓഫ് ബുദ്ധിസം. ശബരിമല ഒരു ബുദ്ധമത ആരാധനാ കേന്ദ്രമായിരുന്നു എന്നുള്ള ഒരു സംവാദം ഒരുപാട് കാലമായി കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്, ബുദ്ധ ക്ഷേത്രമാണെന്നും ദ വേർഡ് ശരണം എന്നുള്ള വാക്ക് ബുദ്ധമതത്തിൽ വന്നതാണെന്നുള്ള ഒരു തുറന്ന ചർച്ചയും കേരളത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ശബരിമല ക്ഷേത്രം ഹിന്ദുവിൻ്റെ അല്ല. ആദ്യം പറഞ്ഞു ക്രിസ്ത്യാനികൾ വരാറുണ്ട്, ഇത് ബുദ്ധമതക്കാരുടെ ക്ഷേത്രമാണ്. ശരണം വിളി, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത് ബുദ്ധമതത്തിൽ സംഘം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി എന്നൊക്കെ ബുദ്ധമതത്തിൽ പറയുമല്ലോ. അതുകൊണ്ട് ബുദ്ധമത ക്ഷേത്രമാണ്. ചിലർ പറയാറുണ്ട് അയ്യപ്പൻ ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ, അയ്യപ്പൻ ഇരിക്കുന്ന പ്രത്യേക ഇരിപ്പുണ്ടല്ലോ, ആ ഇരിപ്പ് ബുദ്ധമത വിഗ്രഹം അങ്ങനെയാണ്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ബുദ്ധ ഭഗവാൻ അങ്ങനെ ഇരിക്കുന്നത്? ഇല്ല. അയ്യപ്പനല്ലാതെ ലോകത്തൊരിടത്ത് ഒരു ഭഗവാനും അങ്ങനെ ഇരിക്കുന്നില്ല. ബുദ്ധന്റെ ഒരൊറ്റ പ്രതിമ അതുപോലെ ഇരിക്കുന്നില്ല. എന്നിട്ടാണ് ചില ആളുകൾ പറയുന്നത് ബുദ്ധൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. ബുദ്ധവിഹാരങ്ങളൊക്കെ പണ്ട് കാലങ്ങൾ മുതലേ കാടുകളിലാണ്, മലകളുടെ മുകളിലാണ്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നൊരു തിയറിയുണ്ട്. ആ തിയറി എല്ലാം എഴുതി ദേവസ്വം ബോർഡല്ല, സർക്കാർ. ദേവസ്വം ബോർഡാണ് പിന്നെ മനസ്സിലാക്കാൻ നമുക്ക്, കാരണം വിവരമില്ലാത്തവന്മാരാണല്ലോ അവിടെ വരുന്നത്. പക്ഷെ സർക്കാർ റവന്യൂ അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെൻറ് എം ഹർഷൻ നവംബർ 12, 2018 ഹൈക്കോടതിയിൽ കൊടുത്ത രേഖയിലാണ് പറയുന്നത്. എന്നിട്ട് ഇത് രണ്ടും പറഞ്ഞിട്ടാണ് പറയുന്നത് ശബരിമലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, വഖഫ് ബോർഡിൻ്റെയും മുസ്ലിം സംഘടനകളുടെയും വാവർ ട്രസ്റ്റിൻ്റെയും ക്രിസ്ത്യൻ സംഘടനകളുടെയും ട്രൈബൽ ആദിവാസി സംഘടനകളുടെയും ഒക്കെ അഭിപ്രായം കേൾക്കണം, അവരെ കൂടി കക്ഷി ചേർത്തിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നാളെ അയ്യപ്പ സംഗമം നടക്കുകയാണ്. അയ്യപ്പ ഭക്തർ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ശബരിമലയിലേക്ക് വരുന്ന ഈ സീസണും ആരംഭിക്കുകയാണല്ലേ. ആ സമയത്ത് നമ്മളിത് ഓർക്കണം. 2018 സർക്കാർ കൊടുത്തൊരു രേഖയുണ്ട്. കാരണം ശബരിമല ക്ഷേത്രം ഹിന്ദുവിൻ്റെ അല്ല. അതിലൂടെ സ്ഥാപിക്കുന്നത് എന്താ? 1, ഹിന്ദുവിൻ്റെ അല്ല. 2, അത് മതേതര സ്ഥലമാണ്, സെക്കുലർ സ്ഥലമാണ്. എല്ലാ മതക്കാർക്കും പ്രവേശനമുള്ള, ഹരിവരാസനം പാടുന്ന യേശുദാസ് ക്രിസ്ത്യാനി, പിന്നെ ബുദ്ധമതത്തിൻ്റെ ആണെന്നുള്ള ആക്ഷേപം ബുദ്ധമതക്കാർക്കും അവകാശപ്പെട്ടത്, പിന്നെ ഈ പറഞ്ഞ മുസ്ലിം സംഘടനകൾക്ക് ക്രിസ്ത്യാനികളുടെ കാര്യം എന്താണെന്ന് പറയുന്നില്ല. ചിലപ്പോൾ അർത്തുങ്കൽ പള്ളിയുടെ റിലേഷൻ വെച്ചിട്ടായിരിക്കും ക്രിസ്ത്യാനികൾക്കും സ്റ്റേക്ക് ഉണ്ടെന്ന് പറയാം. അല്ലല്ല, ക്രിസ്ത്യാനികൾക്കതല്ല കേട്ടോ. ശബരിമലയിൽ പണ്ട് തീവപ്പ് നടത്തിയില്ലേ, അയ്യപ്പൻ്റെ വിഗ്രഹം തല്ലി ഒടിച്ചില്ലേ, അത് ക്രിസ്ത്യാനികളായിരുന്നു, കാഞ്ഞിരപ്പള്ളിയിലെ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അയ്യപ്പൻ്റെ അമ്പലം കത്തിക്കുകയും വിഗ്രഹത്തിൻ്റെ കൈ തല്ലി ഒടിക്കുകയൊക്കെ ചെയ്ത, അതുകൊണ്ട് ആ ശരിക്കും ശബരിമലയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ വിഗ്രഹമല്ല ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അത് സംബന്ധിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ, അന്നത്തെ ഒരു DIGയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. ആ റിപ്പോർട്ട് ഇന്നുവരെ സർക്കാർ നിയമസഭയിൽ വെച്ചിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഏത് കുടുംബക്കാരാണ്, ആരൊക്കെ ചേർന്നിട്ടാണ് ശബരിമല ക്ഷേത്രത്തിന് തീയിട്ടതും വിഗ്രഹവും നശിപ്പിച്ചതൊന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് ഇന്നുവരെ പുറം ലോകം കണ്ടിട്ടില്ല. പക്ഷേ ഒരുപാട് ആളുകളുടെ കയ്യിൽ ആ റിപ്പോർട്ടുണ്ട്, എൻ്റെ കയ്യിലും ഉണ്ട്. നമ്മൾ മുമ്പൊരിക്കലും പറഞ്ഞു, നമ്മുടെ ചാനലിൽ നമുക്ക് ശബരിമല തീവപ്പ് കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വിശദമായി നമുക്ക് ചർച്ച ചെയ്യണം
നമ്മളത് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് നമ്മൾ പാലിക്കും. അപ്പോൾ ഏതായാലും ശബരിമലയിൽ ഇപ്പോൾ നാളെ സർക്കാരിൻ്റെ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ്. ലക്ഷറി അയ്യപ്പന്മാർ 3500 പേര് പങ്കെടുക്കുന്നു. എയർ കണ്ടീഷൻ ചെയ്ത ജർമ്മൻ ടെൻറ്റിൽ വലിയ സമ്മേളനം നടക്കുന്നു. ശബരിമലയുടെ മതേതര സ്വഭാവം മതേതര സ്വഭാവം സംരക്ഷിക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ ശബരിമല ഹിന്ദുവിൻ്റെ അല്ല, ബുദ്ധമതക്കാരുടെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിങ്ങളുടെയും ബാബർ ട്രസ്റ്റിൻ്റെയും വഖഫ് ബോർഡിൻ്റെയും കൂടിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണെന്ന് ഹിന്ദു സംഘടനകൾ പറയുന്നു. പക്ഷേ പ്രമേയമല്ല പാസ്സാക്കും ഇനി അങ്ങനെയാണെന്നുള്ള അല്ല, ഇത് ഹൈക്കോടതി കിടക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഞാനൊരു വലിയ മഹാഭാഗ്യം കടന്നെന്നറിയോ? അതായത് ഇങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തത് നമ്മുടെ കേരളത്തിലെ വഖഫ് ബോർഡ് അറിഞ്ഞു കാണത്തില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ശബരിമല പണ്ട് വഖഫാണെന്ന് നോട്ടീസ് കൊടുത്തേനെ. പക്ഷെ ഇപ്പോൾ സർക്കാർ ഈ കിടക്കുന്ന അഫിഡവിറ്റ് കോടതിയിൽ കിടക്കുകയാണ്. അഫിഡവിറ്റ് പ്രകാരം മുസ്ലിം സംഘടനകൾക്ക് അവിടെ സ്റ്റേക്ക് ഉണ്ട് എന്ന് ഇതാരാ പറഞ്ഞിരിക്കുന്നത്? സർക്കാർ. അപ്പോൾ ശബരിമല വഖഫ് ഭൂമിയാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ഒരു അഫിഡവിറ്റും സർക്കാർ കൊടുത്തത് ഹൈക്കോടതിയിലുണ്ട്. ഇതൊക്കെ തിരുത്തി മാറ്റിപ്പറഞ്ഞ് ശബരിമല ഹിന്ദു മതവിശ്വാസികളുടെ ആരാധനാ സ്ഥാനമാണ് എന്ന് പ്രഖ്യാപിക്കാൻ നാളെ സർക്കാർ നടത്തുന്ന, ദേവസ്വം ബോർഡ് നടത്തുന്ന, അല്ല ഇവരാരും അല്ലല്ലോ നടത്തുന്നത് അല്ലേ, സ്പോൺസർമാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിൽ കഴിയുമോ എന്നാണ് അറിയുന്നത്. അപ്പം നമ്മൾക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഇത് ശബരിമലയുടെ പേരിൽ നടക്കുന്ന ചില്ലറ കളിയൊന്നുമില്ല, നിസാര കളിയൊന്നുമില്ല. ഒരു വലിയ ഗൂഢാലോചന. ശബരിമല എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമല ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന തീർത്ഥാടന കേന്ദ്രം അല്ല, മക്കയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മാത്രം ഉള്ള, ബാക്കിയുള്ള സ്ഥലത്ത് നാമമാത്രമേ ഉള്ളൂ ഹിന്ദുക്കൾ അല്ലേ, ഇന്ത്യയിൽ മാത്രമുള്ള ഹിന്ദുക്കളുടെ ഒരാരാധനാ സ്ഥലത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. ശബരിമലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കാലങ്ങളായി ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് എല്ലാ സമയവും എല്ലാ വർഷവും ശബരിമല സീസണാകുമ്പോൾ മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടുമെന്നും പറഞ്ഞ് വള്ളക്കടവിലൊരു സമരം തുറക്കുമായിരുന്നു. ഓർക്കുന്നില്ലേ? കുറേ പള്ളിയിലച്ചന്മാരും എല്ലാം വന്നിട്ട് ഒരു പ്രകടനം, ഒരു സമരം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ മുല്ലപ്പെരിയാർ സമരമില്ല. അതിനുശേഷം പിന്നീട് വന്ന് ശബരിമലയിലെ സ്ത്രീകളെ കയറ്റണം എന്നുള്ള പ്രശ്നമാണ്, യുവതികളെ കയറ്റുക എന്നുള്ള പ്രശ്നമായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം വന്നിട്ട് ഇതുവരെ പരസ്യമായി മുസ്ലിം സംഘടനകളിലോ വഖഫ് ബോർഡോ അവകാശവാദം ഉന്നയിച്ച് വെച്ചിട്ടില്ലെങ്കിൽ പോലും ഇൻ ഫ്യൂച്ചർ അവർക്ക് അവകാശവാദം ഉന്നയിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു കടലാസാണ് ഹൈക്കോടതിയിൽ ഈ 2018 നവംബർ 12 സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ഈ അയ്യപ്പ സംഗമവും 22-ാം തീയതി പന്തളത്ത് ഹിന്ദു സംഘടനകളുടെ മഹാസംഗമവും നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഭക്തർ അറിഞ്ഞിരിക്കണം. ആ ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.